ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഫ്നാസ് വേൾഡ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഞാവൽപ്പഴത്തിൻ്റെ ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 20-25ഓളം ഞാവൽപ്പഴം, നല്ല പഴുത്ത ഞാവൽപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിച്ച് നേരം വൈകണില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ കുരു റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് മൊത്തമായിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ കുറച്ച് ഉപ്പ്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ചമർപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, ചെറുനാരങ്ങയാണ്. ആ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുരു കളഞ്ഞിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് തണുത്ത വെള്ളം, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലേ നമുക്ക് അതിൻ്റെ മുകളിലുള്ള പതപ്പൊക്കെ ഒന്ന് കിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമല്ലേ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ പദവും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഇഷ്ടപ്പെടും, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും ഇൻഷാ അല്ലാഹ്. താങ്ക് യു.